സജിൻ റീസെന്റ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ബിരിയാണി ട്രീറ്റ് ചെയ്ത പോലെ അല്ല തിയേറ്റർ ട്രീറ്റ് ചെയ്തത്. ഇറ്റ്സ് റിയലി ട്രൂ. ഞാൻ ബിരിയാണി കണ്ടിട്ടുണ്ട്, ആളുടെ അതർ 2 മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് വെരി ഡിഫറെന്റ്. കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് കൂടെ ആള് ശ്രദ്ധിച്ചിട്ട് ആണിത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല്. ഐ ഫെൽറ്റ് ദാറ്റ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആർട്ട് ആൻഡ് ഓഡിയൻസ് ആർ കോറിലേറ്റഡ് സംവെയർ ഐ ഗെസ്. നമുക്ക് വേണ്ടിയാണല്ലോ ആർട്ട് ഉണ്ടാക്കുന്നതും ആർട്ടിന് വേണ്ടിയാണല്ലോ നമ്മൾ എന്ന ഒരു റിലേഷൻ ഇസ് ദേർ. What did you think about ഈ കാസ്റ്റിംഗിന്റെ കാര്യം പ്രത്യേകിച്ച്? I think everyone was പെർഫെക്റ്റ്. അത് തന്നെയാണ്. അമ്മയാണെങ്കിലും റിമയാണെങ്കിലും എവറി ഇൻഫ്ലുവൻസർ, അശ്വതി, ഡെയിൻ, ഓഫ് കോഴ്സ് ഐ ഫോർഗോട്ട് ടു മെൻഷൻ ഡെയിൻ, ആൻഡ് ഹീസ് വർക്ക്ഡ് റിയലി ഹാർഡ് ഫോർ ദിസ്. സിംഗ് സൗണ്ടിൽ ട്രിവാൻഡ്രം സ്ലാങ് പിടിക്കാൻ നോക്കിയ മച്ചാനാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് വർക്ക്ഡ് ഔട്ട് വെൽ. എവ്രിവൺ, ഒരാളില്ല, കൃഷ്ണൻ ചേട്ടൻ, പ്രമോദേട്ടൻ, അതില് എവ്രിവൺ വാസ് ഭയങ്കര ലൈഫ് തോന്നി. എവറിത്തിങ് ലുക്ക് പെർഫെക്റ്റ്. ആൻ സലിം ഉണ്ട് നമ്മുടെ കൂടെ. എല്ലാവർക്കും അറിയാം, നായകനിലെ കൂടെ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും മെമ്മറബിൾ ആക്കിയിട്ടുള്ള ആളാണ്. തിയേറ്ററിൽ ഗംഭീര വേഷമാണ് ചെയ്തിട്ടുള്ളത്. സജിന്റെ തിയേറ്റർ ഇപ്പോ റിലീസ് ആവാൻ പോവാണ്. വെൽക്കം മാൻ. താങ്ക് യു സോ മച്ച്. ക്യാരക്ടർ നോക്കുമ്പോൾ സോ കോൾഡ് നേഴ്സ്, പക്ഷെ ഇതിലും വളരെ മെമ്മറബിൾ ആയിട്ട് ഓരോ ചലനങ്ങളും ഇങ്ങനെ ആയിരിക്കണം നേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ടു അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് അങ്ങനത്തെ രീതിയിൽ തോന്നുന്നതാണ്. ക്യാരക്ടറിനെ കുറിച്ച് സജിൻ പറഞ്ഞപ്പോ എന്താണ് തോന്നിയത്? ഐ തിങ്ക് ഇതിന്റെ ക്യാമറമാൻ, സിനിമാറ്റോഗ്രാഫർ ശ്യാമാണ് എന്നെ അതിന് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഐ തിങ്ക് ഫസ്റ്റ് മീനാക്ഷി നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ട് ചെയ്ത ക്യാരക്ടർ ആയിരുന്നു എനിക്ക് വന്നിരുന്നത്. സോ അതിനുവേണ്ടി വർക്ക് ലിങ്ക്സ് അയച്ചപ്പം ഞാൻ നേരത്തെ ചെയ്ത കുറച്ച് നേഴ്സുകളുണ്ട്. പ്രിയപ്പെട്ടവൻ പീയൂഷ് എന്ന് പറഞ്ഞിട്ട് കരിക്കിന് വേണ്ടി ഞാനൊരു നേഴ്സിന്റെ ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ സജിൻ സെഡ് എന്നാ പിന്നെ നേഴ്സിന്റെ ക്യാരക്ടർ നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ അദൃശ്യമായിട്ട് അങ്ങനെ കിട്ടിയതാണ്. ഐ തിങ്ക് അവിടെ എത്തിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, ഇത് വർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ ചെയ്തു നോക്കൂന്ന് പറയും. അത്രേ ഉള്ളായിരുന്നു. ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു അതിന്റെ ബിഹേവിയർ, ദ വേ യു വർ. അത്തരം സിറ്റുവേഷൻസ് ഒക്കെ അവിടെ ഇംപ്രൂവൈസേഷൻസ് ഉണ്ടായിരുന്നോ, അതോ how well you could perform based on the inputs? I think everything was happening like നമ്മൾ ഷൂട്ടും റെസ്റ്റ് ചെയ്യുന്നതും വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. നമുക്കൊരു റൂം അസൈൻ ചെയ്ത് തന്നിരുന്നു. സോ റിമ, ഞാൻ, നമ്മൾ സരസമ്മ, നമ്മളെല്ലാവരും ഒരു റൂമിൽ. അപ്പൊ അവിടെയുള്ളൊരു we were in that atmosphere. ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇതിൽ തന്നെയായിരുന്നു ഫുൾ ടൈം ഉള്ളത്. മേ ബി ദാറ്റ് ഹെൽപ്ഡ് എവ്രി വൺ ഐ ഗെസ്. So yeah, maybe that is one of the main reasons. പിന്നെ also like technically also they've done really well, like direction ആണെങ്കിലും ക്യാമറ ആണെങ്കിലും. So I just had to like be there, and performance ഒന്നും പറയാനില്ല. റിമ ആൻഡ് അമ്മാവ്, and I luckily എനിക്ക് അവരുടെ കൂടെയാണ് ഓൾമോസ്റ്റ് എവറിത്തിങ് എനിക്ക് അവരുടെ കൂടെ തന്നെയാണ് ചെയ്യാനുള്ളത്. സോ എനിക്ക് അവരുടെ കൂടെ അങ്ങ് ചെയ്താൽ മതി, അവര് പെർഫോം ചെയ്തോളും, കൂടെ അങ്ങ് റിയാക്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഈ കാസ്റ്റിംഗ് വളരെ പെർഫെക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഈ സരസമ്മ പറഞ്ഞ അമ്മയുടെ ക്യാരക്ടർ അകത്തേക്ക് വരുമ്പോ നമുക്ക് ആ ഫീല് വരുന്നുണ്ടായിരുന്നു, ലൈക്ക് അയ്യോ ഇങ്ങനെ ഒരു സ്പേസിലേക്കാണല്ലോ അവർ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് വാസ് ഗിവിംഗ് ദാറ്റ് ഫീൽ ആസ് ഇൻ നമ്മളും അതിന്റെ പാർട്ടായിട്ട്. സോ യു വെരി വെൽ എക്സ്പ്ലെയിൻ ദാറ്റ്. ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു? ലൈക്ക് അമ്മ ആൻഡ് റീമ, ഓഫ് കോഴ്സ് റിമ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലും കൂടിയാണ് ആ ഒരു മേക്കപ്പില് കിടക്കാൻ തന്നെ പറഞ്ഞാൽ നമുക്കതൊരു. ഐ തിങ്ക് റിമ ഹാഡ് ടു സിറ്റ് ത്രൂ ലൈക്ക് മേക്കപ്പ് ഇടാനും മേക്കപ്പ് റിമൂവ് ചെയ്യാനും 2 to 3 hours ആള് ഇരിക്കണം. സോ നമ്മൾ വരുന്നതിന് മുന്നേ ആള് എത്തിണ്ടാവും, റിമ എത്തിണ്ടാവും. ഷീൽ ബി സിറ്റിംഗ് ആൻഡ് ലൈക്ക് ഇങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കണം. ബട്ട് ഷീ തിങ്സ് ഇറ്റ്സ് പാർട്ട് ഓഫ് ഹർ, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹർ വർക്ക്. ആൻഡ് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ആള് അവിടെ ഉണ്ടായിരുന്നത് ദ ഹോൾ ടൈം. And I think Rima and Amma had a rapport off the screen also. Yeah, we could see it. ഈ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും ഷോർട്ട് ടൈം വന്നിരിക്കുന്നൊക്കെ ഒരുമിച്ചാകുമ്പം ആൻഡ് അമ്മ ഇസ് ഓൾസോ ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി. ഈ പറയുന്ന രീതി നമുക്ക് കുറേ കഥ പറഞ്ഞു തന്ന് അത് തന്നെയാണ്, ആളത് തന്നെയാണ്. ഭയങ്കര രസമാണ് ഓഫ് സ്ക്രീൻ ഓൾസോ രണ്ടുപേരും. നിങ്ങൾ 3 പേരും ഫോർ ദാറ്റ് മാറ്റർ സ്റ്റേജ് പെർഫോമൻസിൽ ഗംഭീര കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ അമ്മ വേഷം ചെയ്തിട്ടുള്ള ആളുകൾ, റീമ ഓഫ് കോഴ്സ് ദാറ്റ് കെമിസ്ട്രി ബിറ്റ്വീൻ ദ ആക്ടേഴ്സ്. ഇപ്പൊ അടുത്ത നെയ്ത്ത് ഞാൻ തൃശ്ശൂർ കണ്ടിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഫോക്കില്.
So that harmony with the other actors, co-actors, and other people, and you also performed, ആ പെർഫോമൻസിൽ കൂടെ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. സോ അങ്ങനെ വരുമ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യോ? No, like I can't even compare myself with them. Like ഒരാൾ എത്രയോ വർഷങ്ങളായിട്ട് സരസമ്മ ഉണ്ട്. ഇപ്പൊ റീമ ആണെങ്കിലും കുറെ വർഷങ്ങളായിട്ടുണ്ട്. ഐ ഹവ് നെവർ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. എൻ്റെത് ജസ്റ്റ് മീൻ സ്റ്റേജ് പെർഫോമൻസ് റിയാലിറ്റി ഷോന് വേണ്ടി ഞങ്ങൾ സ്റ്റേജ് ചെയ്തു. സ്റ്റിൽ ഇറ്റ്സ് വെരി ഡിഫറെന്റ് ഐ ഫീൽ. ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ഐ ഡു ആസ്ക് ദം. കാരണം പല സീൻസിനും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാ സൂചി കുത്തിക്കൊണ്ട് ഞാൻ ഡയലോഗ് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള സീനായിരുന്നു. സോ പക്ഷെ അവര് ഭയങ്കരമായിട്ട് നമ്മളെ റിലാക്സ് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയായിരുന്നു രണ്ടുപേരും. ആൻഡ് സരസമ്മ ഭയങ്കര ടെൻഷനൊക്കെ കാണിക്കും, പക്ഷെ ആക്ഷൻ പറഞ്ഞ ആള് പിന്നെ അടിപൊളിയാണ്. നമ്മൾ തന്നെ മറന്നു ആളായിരുന്നു ടെൻഷൻ അടിച്ചിരുന്നിരുന്നു ഇത്ര നേരം. So they were very helpful for me, സത്യം പറഞ്ഞ. There was Megha Rajan also in that. So ആക്ച്വലി ഞാനും ഇന്നലെയാണ് ഫുൾ മൂവി കാണുന്നത്. ബിക്കോസ് നമുക്ക് ഡബ് പോലും ഇല്ല, സിങ് സൗണ്ട് ആയതുകൊണ്ട്. അപ്പം ഡബിന് ഒന്നും കൂടെ സീൻസ് കാണുക എന്നുള്ള ഓപ്ഷൻ പോലും ഇല്ലല്ലോ. സോ യെസ്റ്റർഡേ വെൻ ഐ സോ മേഘാസ് പെർഫോമൻസ്, എനിക്ക് ഷീ ഹാഡ് ടു ലൈക്ക് ഒരു വലിയൊരു ലോങ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ലൈക്ക് ഷീ എക്സ്പ്ലെയിൻസ് എവറിത്തിങ്. ആൻഡ് ഐ ആക്ച്വലി വെൻ ആസ്ക്ഡ് ഹൗ ഡിഡ് യു ഡു ദാറ്റ് to not make it look very easy also. എനിക്ക് ആ പറഞ്ഞതെല്ലാം മനസ്സിലാവുകയും ചെയ്തു. അത് യൂഷ്വലി ടെക്നിക്കൽ ടേംസ് വരുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ ആള് പറഞ്ഞതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ ഷീ സെഡ് ഇറ്റ് സോ എത്ര ഭയങ്കര ഈസി ആയിട്ട്. സോ ഐ വാസ് ആസ്കിങ് ഹൗ ഡിഡ് യു ഡു ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് എനിക്ക് എൻ്റെ 12ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ആണ് ഓർമ്മ വന്നത്. ഞാൻ അങ്ങനെ ഇരുന്ന് ഹോസ്പിറ്റൽ കോറിഡോറുകൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുകയായിരുന്നു എന്ന് പറയണ്ടായിരുന്നു. സജിന്റെ ഇൻപുട്സ് എങ്ങനെ? ലൈക്ക് യു ഹാവ് വർക്ക്ഡ് വിത്ത് മെനി ഡയറക്ടേഴ്സ് ഫോർ ദാറ്റ് മാറ്റർ. സജിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു വിഷൻ ഉണ്ട്. ലൈക്ക് ദ ഹോൾ മൂവി ഷുഡ് സ്പീക്ക് ദിസ്. ഇതിൽ ദിസ് എന്ന് മാത്രമല്ല, ദീസ് തിങ്സ്, മെനി തിങ്സ് ആർ ദർ. അപ്പോ അതിൽ എവിടെയെങ്കിലും ഒരു സ്ലിപ്പേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഗ് അടിക്കും. ആൻഡ് ദിസ് ഇസ് ലൈക്ക് അത് കംപ്ലീറ്റ്ലി ഇമേഴ്സീവ് ആയി കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു. ഇത്രയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടു ഇറ്റ്സ് പ്യുവർ പൊളിറ്റിക്സ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ആൻഡ് വെരി വെരി ആളുകളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ. ദിസ് മൂവി പറയുന്ന വളരെ ചെറിയൊരു ടീമായിട്ട് ഒന്നിച്ച് നിന്നാൽ നടക്കുന്ന ഒരു മൂവി ആയിരുന്നു തിയേറ്റർ. ആൻഡ് ആ ടീം വർക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതില് സജിൻ വാസ് എ ഗ്രേറ്റ് ലീഡർ. ഹീ സ്റ്റുഡ് ബൈ ലൈക്ക് എവറിത്തിങ്, ഓൾമോസ്റ്റ് എവറിത്തിങ്. നമ്മളെ വിളിക്കുന്നതും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും, ഇപ്പോഴാണെങ്കിലും പ്രൊമോഷൻ എന്താണെങ്കിലും ആളൊന്ന് ഇടപെട്ട് നമ്മളോട് പറയും ഒന്ന് വരാൻ നോക്കണേ, അല്ലെങ്കിൽ വന്നിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. It's very nice to have someone like that in a work, no? So അതെപ്പോഴും ഉണ്ടായിരുന്നു from the beginning. And he's very a normal person also at the same time. നമ്മള് ആള് നിൽക്കുമ്പോൾ we won't feel any difference. നമ്മളൊരാളായിട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും it went on like really well. The ഷൂട്ടിന്റെ സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും he keeps a good relationship with everyone, I think. ഇതില് വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസും വളരെ ഗംഭീരമായിട്ടുള്ള പശ്ചാത്തലമുള്ള ആളുകളാണ്. എഡിറ്റർ ആണെങ്കിലും സൗണ്ട് എഞ്ചിനീയർ ആണെങ്കിലും സൗണ്ട് ഡിസൈനർ. സോ ഓവറോൾ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ, സത്യം പറഞ്ഞാൽ, ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ഇങ്ങനെ ഒരു വലിയ മൂവി. എനിക്ക് ആക്ച്വലി ഇതിലെ എല്ലാ ഭാഗത്തും ഞാനില്ല. ഇതിലെ ഹോസ്പിറ്റൽ സീൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള സംഭവം ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെയാണ് ഞാൻ തുരുത്തിന്റെ ഭാഗമൊക്കെ കാണുന്നത്. ഭയങ്കര ഇഷ്ടമായി തുരുത്തൊക്കെ ചെയ്തത്. അവരുടെ ആക്ടിവിറ്റീസും ലൈഫ് സ്റ്റൈലൊക്കെ ഇങ്ങനെ കാണാൻ. പ്ലസ് സയ്യിദ് അബ്ബാസ് ബ്രോന്റെ മ്യൂസിക് ആണെങ്കിലും, ഓഫ് കോഴ്സ് അപ്പു ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പു ആണെങ്കിലും ശ്യാം ആണെങ്കിലും എല്ലാവരുടെയും വർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഗുഡ് മൂവി, സത്യം പറഞ്ഞാൽ. മുൻപ് കാണുന്ന ഫിലിംസിൽ കുറെ കൂടി ഒരു ഹ്യൂമർ അല്ല പറയുന്നതെങ്കിലും ഹ്യൂമർ ടച്ച്, അതിന്റെ ടേക്ക് അവേ ഈസ് ഹ്യൂമർ. നമുക്ക് ആ രീതിയിൽ. പിന്നെ ചിലത് ഇപ്പൊ വിശേഷമൊക്കെ ആണെങ്കിലും അതിന് വേറെ സ്പിരിറ്റ് ഉള്ള ഒരു ഫിലിമാണ്. ആൻഡ് യുവർ ക്യാരക്ടർ ഓൾസോ ഹാസ് ദാറ്റ് ഫൺ ആസ് ഇൻ ദാറ്റ് സെൻസ്. പക്ഷെ അത് വളരെ നാച്ചുറൽ ആയിട്ടും ആ ഒരു സ്മാർട്ട്നെസ്സോടുകൂടി പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ കുറച്ച്
സ്മാർട്ട്നെസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം യു ഹാവ് യുവർ അതോറിറ്റി ഓഫ് ഡൂയിങ് മെനി തിങ്സ്. അപ്പൊ കാസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു ഫൺ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഒരു ക്യാരക്ടർ ഇത്രയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഇഫ് യു കുഡ് കമ്പയർ സച്ച് സിറ്റുവേഷൻസ്. No, I think I'm a beginner, so ഇങ്ങനെ അങ്ങനെ പറയാൻ ഐ ലിസൺ ടു ദ ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ വിശേഷത്തിലാണെങ്കിൽ ഹി ടോൾ മീ ടു ലൈക്ക് ഇങ്ങനെ ഇതല്ല കുറച്ച് ഇങ്ങനെ ചെയ്താൽ, ആൻഡ് ഹി ആക്ച്വലി ഷോഡ് മീ ഹൗ ടു ഡു. അപ്പൊ ഞാൻ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു മീറ്റർ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഹീസ് ഓക്കെ ഇത് ഗുഡ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിലും ഇവരുടെ കോൺഫിഡൻസ് കാണുമ്പോഴാണ് നമ്മൾ ഓക്കെ മേ ബി ദിസ് വിൽ വർക്ക് ഔട്ട് എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഇവിടെ ആണെങ്കിലും സജിൻ പറയുന്ന പോലെ ചെയ്യാന്നേ ഉള്ളൂ. അതുപോലെയാണ് എപ്പോഴും ചെയ്തിരിക്കുന്നത്. അത് ഡയറക്ടേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. വാട്ട് ഐ ട്രൈ. ഇതിൽ ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറയുന്നുണ്ടായിരുന്നു, ഓൾ വർ പോസിറ്റീവ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു വുഡ് ഹാവ് ഹാഡ് സംതിങ് ടു ടോക്ക് ടു, ലൈക്ക് റീമ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ബാഗ്ദാദിലാണ്. ബട്ട് അതർ ആക്ടേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ. വാട്ട് വുഡ് യു ബി ടോക്കിംഗ് അബൌട്ട് their performances, you mean? I think I was ഭയങ്കര ഹാപ്പി ടു സീ റിമയുടെ പെർഫോമൻസ്. ഇറ്റ് വാസ് റിയലി നൈസ്. ആൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് റിയലി ഫെൽറ്റ് ലൈക്ക് ദാറ്റ്സ് മീര എന്നുള്ള ക്യാരക്ടർ. അമ്മയാണെങ്കിലും ഐ ബിൻ എ ബിഗ് ഫാൻ ഓഫ് അമ്മ, ലൈക് സുഡാനി ഫ്രം നൈജീരിയ കണ്ടതിന് ശേഷം. എൻ്റെ സിസ്റ്റർ ആക്ടറാണ്, സിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ ഗോട്ട് ടു വർക്ക് റൈറ്റ് ആഫ്റ്റർ ദാറ്റ്. ആൻഡ് ഡ്യൂറിങ് ദ ഷൂട്ട് നമ്മൾ ഭയങ്കര കമ്പനിയായി. അത് കഴിഞ്ഞ് ഇവിടെ പെർഫോമൻസ് കാണുമ്പം ഒരുപാട് സന്തോഷം തോന്നി. മീനാക്ഷി ആണെങ്കിലും ഷീസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻഡ്. അപ്പൊ ആളുടേത് കണ്ടപ്പോൾ ശരിക്കും തിയേറ്റർ എല്ലാവരും ചിരിക്കുമ്പോൾ നമുക്കാണ് സന്തോഷം, നമ്മുടെ ഫ്രണ്ടിന്റെ വർക്ക് എടുത്ത് ചിരിക്കുകയാണെന്ന്. ആൻഡ് ടു സേ ലൈക്ക് എവ്രി വൺ, ഓൾമോസ്റ്റ് എല്ലാവരും ഇതിൽ അറിയാം. ശ്യാം, ഇവരൊക്കെ ഇത്ര ക്ലോസ് ആയിട്ട് അറിയെങ്കിലും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിലും still we feel like going and appreciating them and telling them how good their work was. And I think it was a really good work. അതുകൊണ്ട് തന്നെയാണ് അത്ര നമുക്ക് പറയാൻ തോന്നുന്നത്. So felt very happy too. മീനാക്ഷിയുടെ ക്യാരക്ടർ ഞാനത് ആലോചിച്ചത്, ഇത് നമ്മൾ ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ക്രൂ ഉള്ള സമയത്ത് ഈ ഒരു പെർഫോമൻസ് ചെയ്തുകൊണ്ട്, ബിക്കോസ് ഇറ്റ്സ് ഫൺ ബിഹൈൻഡ് ദാറ്റ്. ഇപ്പൊ ഇത് കാണുന്ന ആൾക്ക്, ഈ ഒരു ആ ക്ലിപ്പ് മാത്രം കാണുന്ന ആൾക്ക് അറിയില്ലേ, ത്രൂ ഔട്ട് ഫിലിമിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഒരു ഫൺ കിട്ടുക. ദാറ്റ് ദർ ഇസ് എ സെറ്ററിക്കൽ എലിമെന്റ്. പക്ഷെ ആ പെർഫോമൻസിൽ ഭയങ്കര ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. I don't know how they managed. I mean, yeah, of course, she's very skilled. Everyone is. ഈ സിനിമ കണ്ടപ്പോ ഈ പറഞ്ഞ കാസ്റ്റിംഗ് സംഭവത്തിലേക്ക് യു ഫീൽ ആൻഡ് ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു? കാരണം എനിക്കിപ്പോ നമ്മളത് കണ്ടതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് തോന്നില്ല, ഇതിലൊരു റീപ്ലേസ്മെന്റ് ഇല്ല തോന്നില്ലേ. സോ അതേപോലെ ഇപ്പൊ റീമയുടെ കാര്യം പറഞ്ഞെങ്കിലും അത്രയധികം അധ്വാനിച്ചിട്ടുണ്ട്. അതിന് തെങ്ങേറ്റം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടാ പോണേ. അതല്ലാതെ ഒരുപാട് അധ്വാനം ഉള്ള കാര്യങ്ങളാണ് അതിന്റെ അകത്ത് ത്രൂ ഔട്ട് ചെയ്യുന്നത്. ആൻഡ് അത് അധ്വാനം കുറച്ച് കുറയുന്ന സമയമായപ്പോഴേക്കും പുള്ളിക്കാർക്ക് ഈ മേക്കപ്പിൽ വരുന്ന മാറ്റങ്ങൾ വരും. സോ ഇറ്റ്സ് ലൈക്ക് ഓൾവേസ് എ സ്ട്രെയിൻ. സോ വാട്ട് ഡിഡ് യു തിങ്ക് അബൌട്ട് ലൈക്ക് ഈ കാസ്റ്റിംഗിന്റെ കാര്യം പ്രത്യേകിച്ച്? I think everyone was perfect. അത് തന്നെയാണ്. അമ്മയാണെങ്കിലും റീമയാണെങ്കിലും എവറി ഇൻഫ്ലുവൻസർ, അശ്വതി, Dane, of course, I forgot to mention Dane. One of, I think ആളുടെ is a good friend of mine. അപ്പം ആളുടെ ഇത്രയും കാലത്തെ വർക്ക്സിൽ this is very special എന്ന് എനിക്ക് തോന്നി. And he's worked really hard for this. സിംഗ് സൗണ്ടിൽ ട്രിവാൻഡ്രം സ്ലാങ് പിടിക്കാൻ നോക്കിയ മച്ചാനാണ്. So I think it's worked out well. Everyone, ഒരാളില്ല, കൃഷ്ണൻ ചേട്ടൻ, പ്രമോദേട്ടൻ, അതില് എവ്രിവൺ വാസ് ഭയങ്കര ലൈഫ് തോന്നി. നമ്മളെന്തെങ്കിലും പിന്നെ എനിക്ക് ടെൻഷൻ, അയ്യോ ഇവരൊക്കെ, ബിക്കോസ് ഫസ്റ്റ് ഹാഫ് മുഴുവൻ എല്ലാം നല്ല രസത്തിൽ പോണി, പിന്നെയാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മളാണോ ഇതിന്റെ ഒരു ഔട്ട് ഓഫ് ഇതായി പോവാന്നുള്ള ടെൻഷനുള്ളൂ. ബിക്കോസ് എവറിത്തിങ് ലുക്ക് പെർഫെക്റ്റ് ടു മീ. വരാനിരിക്കുന്ന ഫിലിംസ് ഏതൊക്കെയാണ്? ഓക്കെ, ഞാനിപ്പോ കൃഷാന്തിന്റെ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയില് ഷൂട്ട് കഴിഞ്ഞു. ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2040 നടക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫിലിം എന്നാണ് അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ. രജിഷ വിജയൻ, നിരഞ്ജ്, ദിവ്യപ്രഭ, വിഷ്ണു അഗസ്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ് ഉണ്ട്.
ആൻഡ് കൃഷാന്തിന്റെ ഒരു വൺ ഓഫ് ദി ഗുഡ് വർക്ക്സ് ആയിരിക്കും. സോ വെരി എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. പിന്നെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഹിന്ദി മൂവി ഡിസ്കഷനിലുണ്ട്. ഇപ്പം ഒരു നെക്സ്റ്റ് വീക്ക് ഓർ സംതിങ് വിൽ സ്റ്റാർട്ട്. അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പെർഫോം ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അപ്പാർട്ട് ഫ്രം ആക്ടിങ് ഹാവ് യു ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ എനി അതർ ടെക്നിക്കൽ സൈഡ് ഓർ സംതിങ്? ഇല്ല, നോ. നമ്മളെ ആക്ടിങ് തന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് നന്നായി ചെയ്യാന്നുള്ളതാണ് ഇപ്പത്തെ എയിം. തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഇന്നലെ സജിൻ പറഞ്ഞത് ഒരു ഫെസ്റ്റിവൽ ഫിലിം എന്നുള്ള നിലയ്ക്ക് കാണരുത്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ആ ഒരു നിലയ്ക്ക് ഇപ്പൊ അതും മാറിയിട്ടുണ്ട്. ഇൻ ജനറൽ ഫെസ്റ്റിവൽ ഫിലിംസ് എന്നുള്ളൊരു ഇപ്പൊ ആട്ടം ഹാസ് ബീൻ സ്കോറിംഗ് ക്വൈറ്റ് വെൽ. അത് അല്ലാത്തതും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തൊരു ഫിലിമാണ്. ഇൻ ജനറൽ അത് ആ ഒരു മാറ്റമുണ്ട്. ഹാവ് യു ബീൻ ഫോളോയിങ് ഫെസ്റ്റിവൽ ഫിലിംസ് ആൻഡ് അപ്പൊ ആ ഒരു നിലയ്ക്ക് തിയേറ്ററിനെ എങ്ങനെയാ അനലൈസ് ചെയ്യുന്നത്? സജിൻ റീസെന്റ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, ബിരിയാണി ട്രീറ്റ് ചെയ്ത പോലെ അല്ല തിയേറ്റർ ട്രീറ്റ് ചെയ്തത്. ഇറ്റ്സ് റിയലി ട്രൂ. ഞാൻ ബിരിയാണി കണ്ടിട്ടുണ്ട്, ആളുടെ അതർ 2 മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് വെരി ഡിഫറെന്റ്. കാസ്റ്റിംഗിലാണെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിലും, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ദ റൈറ്റ് വേർഡ് ടു യൂസ്, ഇറ്റ് ലുക്സ് വെരി ഡിഫറെന്റ്. കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് കൂടെ ആള് ശ്രദ്ധിച്ചിട്ട് ആണിത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല്. ഐ ഫെൽറ്റ് ദാറ്റ്. ഇപ്പൊ ഞാൻ റീസെന്റ് പറഞ്ഞ പോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമ കണ്ടു, ഫാസില. അപ്പം ഇറ്റ്സ് ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ്. ഓൾദോ ഇറ്റ് ഹാസ് ഗോൺ ത്രൂ ഓൾ ലൈക്ക് എല്ലാ ഫിലിം ഫെസ്റ്റിവലിലും ഇപ്പം വിന്നേഴ്സ് ആണ്. സോ വെൻ മൈ ഫ്രണ്ട്സ് ആസ്ക് അവാർഡ് മൂവി ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാ അവാർഡ് മൂവി എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ലാഫബിൾ, ഫണ്ണി, ഹ്യൂമറൊക്കെ ഉള്ള ഒരു സോഷ്യൽ മെസ്സേജ് തരുന്ന, പറഞ്ഞവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പറ്റുന്ന മൂവീസ് ആണ് ഇപ്പൊ വരുന്നത്. ആൻഡ് ദാറ്റ്സ് റിയലി കൂൾ. ആൻഡ് തിയേറ്ററിനെ ഇപ്പം കണ്ടുണ്ട്. അങ്ങനെ തന്നെയാണ് സജിൻ അത് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം എല്ലാവരും പറഞ്ഞതാണ്, ഫീമെയിൽ സെൻട്രിക് ഫിലിമാണ്, അത്ര പവർഫുൾ ക്യാരക്ടേഴ്സ് ആണ്. സോ ഹാവ് ബീൻ കമ്പയറിംഗ് ലൈക്ക് ഇതിപ്പോ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല. ഒരു സമയത്ത് ഇപ്പൊ വീണ്ടും രാവണപ്രഭു റീ റിലീസ് ചെയ്ത സമയം കൂടിയാണ്. സോ അതിലത്തെ ലാംഗ്വേജ് ഇതൊക്കെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇൻ ദ ലാസ്റ്റ് 7-8 years യു ഹാവ് ബീൻ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പക്ഷെ പെർഫോമൻസ് എന്നുള്ള നിലയ്ക്കുണ്ട്. അപ്പോ ഈ ഒരു അനാലിസിസ് ശ്രദ്ധിക്കാറുണ്ടോ? ലൈക്ക് ദ കൈൻഡ് ഓഫ് പ്രോഗ്രസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫിലിംസ്? യെസ്, ഐ തിങ്ക് കനി എങ്ങനെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ്സ് ഹൗ ലൈക്ക് ഹ്യൂമൻ, നമ്മുടെ ജനങ്ങളുടെ ടേസ്റ്റ് മാറുന്നതാണ്, പ്രോഗ്രസീവ് ആവുന്നതാണ്, അതിനനുസരിച്ച് ആർട്ടും മാറും, എല്ലാം ചേഞ്ച് ആവുന്നു. കനി ഐ തിങ്ക് ഷീ സെഡ് ഒരു ഇന്റർവ്യൂല്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. അതന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആർട്ട് ആൻഡ് ഓഡിയൻസ് ആർ കോറിലേറ്റഡ് സംവെയർ, ഐ ഗെസ്. നമുക്ക് വേണ്ടിയാണല്ലോ ആർട്ട് ഉണ്ടാക്കുന്നതും ആർട്ടിന് വേണ്ടിയാണല്ലോ നമ്മളെന്നുള്ള ഒരു റിലേഷൻ ഇസ് ദെയർ. ആൻഡ് ദാറ്റ് പ്രോഗ്രസ് അതാവുന്നുണ്ട്. സിസ്റ്റർ ആക്ടറാന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സോ ഇഫ് യു കുഡ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന്. സിസ്റ്ററിന്റെ പേര് നസ്ലൻ സലീം എന്നാണ്. ആളും ആക്ടറാണ്. ഇപ്പം 1000 Babies എന്ന് പറഞ്ഞൊരു സീരീസ് വന്നിരുന്നു ജിയോ ഹോട്ട്സ്റ്റാറിൽ. അതിൽ ഒരു എപ്പിസോഡിൽ ആളൊരു അടിപൊളി പെർഫോമൻസ് ചെയ്തിരുന്നു. ആൻഡ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞിട്ടൊരു സക്കറിയ, നമ്മുടെ സുഡാനിയുടെ ഡയറക്ടർ സക്കറിയയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ബാസിയുടെ ഒരു ന്യൂ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷീസ് ഓൾസോ, ഞങ്ങൾ രണ്ടുപേരും ഈ പാത്താണ് ചെയ്തിരിക്കുന്നത്. എന്നെ കൂടുതൽ അറിയാൻ വേണ്ടി പഴയൊരു ക്ലിപ്പ് വേർ യു ആർ ഇൻട്രൊഡ്യൂസിങ് യുവർ ഫാമിലി ആൻഡ് പാരന്റ്സ് ഒക്കെ. സോ ഇറ്റ്സ് ക്വൈറ്റ് ഓൾഡ് വൺ, 6-7 years ബാക്ക്. ഇപ്പൊ കുറച്ച് സിനിമകൾ വന്നു. സോ ആൻഡ് മദർ ഈസ് വെരി സപ്പോർട്ടീവ്, ഓഫ് കോഴ്സ് ഡാഡ് ടു. അപ്പൊ അവരുടെ ഇപ്പൊ കിട്ടുന്ന ഫീഡ്ബാക്കും കമന്റ്സ് ഒക്കെ എങ്ങനെയാ? ദേ ആർ വെരി ഹാപ്പി. അവർക്ക് നമ്മള് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ ഏത് ജോലിയാണെങ്കിലും ട്രൈ ടു ബി ഹാപ്പി ആൻഡ് ഹെൽതി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ട്. സ്റ്റിൽ യു ആർ ബേസ്ഡ് ഔട്ട് ഇൻ കാലിക്കറ്റ് അതോ കൊച്ചിയിലാണോ ബേസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ? ഞാനിവിടെ കൊച്ചിയിലാണ്. ഞാനും മീനാക്ഷിയും സിസ്റ്ററും ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണ് ഇപ്പൊ ഒരു 3 years ആയിട്ട്. മസ്തിഷ്ക മരണം വരുന്ന സമയത്ത് we'll connect once again. I wish you all the best for that and other future projects that are coming up. ഒരുപാട് സന്തോഷം to be part of this interview and I really liked your
ഫീഡ്ബാക്സ് ഇപ്പൊ പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ ഒരു റീല് കണ്ടു മീനാക്ഷിനൊക്കെ വെച്ച് പറയുന്നത്. അത് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. ഇന്നലെ പ്രീവ്യൂ ഉണ്ടായിരുന്നു. സോ 16th റിലീസ്. എല്ലാവരും കാണണം പ്രിവ്യൂ. കുറേ പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. സോ ഐ ഹോപ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നും, ബിക്കോസ് ദിസ് മൂവി ഡിസേർവ്സ് കുറച്ചൊക്കെ എല്ലാവരും കണ്ടാൽ ഇറ്റ് ഡിസേർവ്സ് ആയിരുന്നു തോന്നിയിട്ട്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ഇറ്റ്സ് എ സ്മോൾ ടീം ആൻഡ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. Thank you so much and wish you all the best. Thank you so much.